ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഒരു നെക്ക് ഡിസൈനാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചുരിദാറിലും ബ്ലൗസിലൊക്കെ ഏതൊരു ഷേപ്പിലുള്ള നെക്ക് ഡിസൈനും വളരെ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റോടു കൂടി ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രമേ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നുള്ളൂ. ബോഡി പാർട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെക്ക് ചെയ്തെടുക്കാൻ നമുക്കൊരു പീസ് ക്യാൻവാസ് ആവശ്യമായിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു ക്യാൻവാസിൽ മാർക്കിങ്ങും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഞാനിവിടെ 10 ഇഞ്ച് വീതിയും 9.5 ഇഞ്ച് നീളമുള്ള ഒരു പീസ് ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. ശേഷം ഇതിൻ്റെ തിളക്കമുള്ള വശം അകംവശത്തേക്ക് വരുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ക്യാൻവാസിന് ഇതുപോലെ ഒന്ന് നടുമടക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ പിൻ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നും, അതായത് മടക്ക് വശത്ത് നിന്നും നമ്മുടെ മാർക്കിങ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വീതി എത്രയാണോ അതിൻ്റെ കറക്റ്റ് പകുതി നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ സ്റ്റിച്ചിങ് അലവൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 6 ഇഞ്ചാണ് വീതി വേണ്ടത്. അതിൻ്റെ പകുതി 3 ഇഞ്ച് കറക്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം, നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 6.5 ഇഞ്ച് നീളമുള്ള നെക്കാണ് ചെയ്തെടുക്കുന്നത്. പ്ലസ് 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ്, ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ഒരു സ്റ്റിച്ചിങ് അലവൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് 7 ഇഞ്ച് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേ രീതിയിൽ ഈ ഒരു ഭാഗത്തും 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒന്ന് ബോക്സാക്കി വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ബോക്സാക്കി വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഞാനിവിടെ ചോക്ക് വെച്ചിട്ട് ഒന്നുകൂടി വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലുള്ള നെക്കാണോ വേണ്ടത് ആ ഒരു ഷേപ്പാണ് ഇവിടെ വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ബോക്സിൻ്റെ താഴ്വശത്ത് നിന്നും മുകൾ വശത്തേക്കായിട്ട് ഒരു 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ നെക്കിൻ്റെ മുകൾ വശത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു 1/2 ഇഞ്ചോളം കുഴിച്ച് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായി ഒരു ഒഴുക്കൻ മട്ടിൽ ഒരു എസ് പോലെ ഞാനിവിടെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എസ് എന്നൊക്കെ പറയുന്നത്. ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഇതുപോലെ തന്നെ വരയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു നെക്ക് ഡിസൈനും നിങ്ങൾക്ക് ഇവിടെ വരച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ വശത്തിലൂടെ ഞാനിവിടെ ഒന്ന് ചോക്ക് ഉപയോഗിച്ച് കൂടി വരച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അപ്പം നിങ്ങൾ ഇതുപോലെ ചോക്ക് വെച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിത് കറക്റ്റ് ക്യാമറയിൽ കാണാൻ വേണ്ടിയാണ് ഇതുപോലെ വരച്ചെടുക്കുന്നത്. ശേഷം ഇപ്പം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള നെക്കിൻ്റെ പുറം വശത്തേക്കായി നമുക്ക് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഷേപ്പ് വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഞാനിവിടെ ഒന്ന് കറക്റ്റ് 1 ഇഞ്ച് പുറമേക്കായിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് ഇപ്പോൾ ഒരു 3/4 ഇഞ്ച് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതല്ല 1 ഇഞ്ചിനേക്കാൾ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ മാത്രമാണ് തരുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഓരോ ഇഞ്ച് വീതം പുറമേക്കായി മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള നെക്കിൻ്റെ സെയിം ഷേപ്പ് പുറമേക്ക് 1 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ കഴിയുന്നതും പെൻസിൽ വെച്ച് വരയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് പെന്ന് യൂസ് ചെയ്യുന്നത്. ചോക്ക് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടില്ല. ഒന്നെങ്കിൽ പെന്ന് യൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ പെൻസിൽ യൂസ് ചെയ്യണം. അപ്പോൾ പെൻസിൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ തെറ്റിപ്പോയാലും ആ ഒരു ഭാഗം ഒന്ന് മായ്ച്ചിട്ട് കറക്റ്റ് വരച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ മറ്റേതെങ്കിലും ഷേപ്പിലാണ് നിങ്ങളിവിടെ നെക്ക് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതേ ഷേപ്പിൽ തന്നെ വേണം പുറമേക്ക് ഇതുപോലെ 1 ഇഞ്ച് വിട്ടിട്ട് വരച്ചെടുക്കാൻ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആ കാണുമ്പോൾ തന്നെ നല്ലൊരു വൃത്തി കിട്ടണം കേട്ടോ. നമ്മളിവിടെ വരച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിലാണ് നമ്മുടെ നെക്ക് നമുക്ക് കിട്ടുക. അപ്പം മാക്സിമം നല്ല വൃത്തിക്ക് തന്നെ വരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇനി നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനു മുമ്പേ ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ബ്രിഡ്ജ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്.
ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ വീതിയുടെ കാര്യത്തിൽ നമുക്ക് ഒട്ടും തന്നെ സംശയമില്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള നെക്കിൻ്റെ അകം വശവും പുറം വശവും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി പിന്നിനെ ഇതുപോലെ ഒന്ന് നമ്മുടെ ക്യാൻവാസിൻ്റെ അകം വശത്തേക്കായിട്ട്, അതായത് നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഭാഗത്തിൻ്റെ അകം വശത്തേക്കായിട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഷേപ്പിൻ്റെ പുറമേക്കുള്ള എക്സ്ട്രാ പീസ് ഭാഗവും അകമേക്കുള്ള എക്സ്ട്രാ പീസ് ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതേ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം കൂടി ഒന്ന് നോച്ചസ് ഇട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാൻവാസിൻ്റെ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ നമ്മുടെ നെക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു കോൺട്രാസ്റ്റ് കളർ ഫാബ്രിക്കിൽ നിന്നാണ്. ബോഡി പീസിൻ്റെ സെയിം ഫാബ്രിക് വെച്ചിട്ടല്ല, മറ്റൊരു കോൺട്രാസ്റ്റ് കളർ ഫാബ്രിക്കിൽ വെച്ചിട്ടാണ് ഞാനിവിടെ നെക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിന് മുകളിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാൻവാസിൻ്റെ ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കണം. ശേഷം നമുക്ക് ക്യാൻവാസിൻ്റെ താഴ്വശത്തോട് ചേർന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ മറക്കേണ്ട, നമ്മുടെ ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിലാണ് വിരിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ തിളക്കമുള്ള വശം, പശ വരുന്ന ആ ഒരു ഭാഗം ഇതുപോലെ മുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചെടുക്കാൻ. ആ രണ്ട് കാര്യങ്ങളും ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ ഒന്ന് പിൻ ചെയ്തെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ താഴ്വശത്തിലൂടെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാൻവാസിൻ്റെ മുകൾ വശത്തിലൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്ന് വെച്ചിട്ട് ഒരുപാട് സ്റ്റിച്ചിങ് ലെവൻസ് ഒന്നും വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ ചീത്ത വശത്തല്ല, നല്ല വശത്താണ് ക്യാൻവാസ് വെച്ചെടുത്തിട്ടുള്ളത്. ക്യാൻവാസിൻ്റെ തിളക്കമുള്ള വശം മുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് തന്നെ പിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഫാബ്രിക്കിൻ്റെ താഴ്വശത്ത് നൂല് കുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു ഫാബ്രിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഴയൊരു ന്യൂസ് പേപ്പർ കൂടി താഴ്വശത്ത് വിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാൻവാസിൻ്റെ താഴ്വശത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ക്യാൻവാസിൻ്റെ മുകൾ വശത്തിലൂടെയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വളരെ കുറച്ച് മാത്രം സ്റ്റിച്ചിങ് എലമെൻറ്റ്സ് വിട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? ഇനി നമ്മൾ ഇതിൽ ഓരോ കോർണർ ഭാഗത്തെത്തുന്ന സമയത്തും നമ്മുടെ നീഡിൽ മാത്രം ഒന്ന് കുത്തി താഴ്ത്തിയെടുക്കണം. ശേഷം ഫാബ്രിക്കിനെയും ക്യാൻവാസിനെയും ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഈ സമയം നമ്മുടെ നീഡിൽ കുത്തി താഴ്ത്തിയിട്ട് തന്നെ വെച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് പോയിൻ്റൊക്കെ ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോ കോർണർ ഭാഗത്ത് എത്തുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ താഴ്വശം മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഏതൊരു ഷേപ്പിലുള്ള നെക്ക് ചെയ്തെടുക്കുമ്പോഴും ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. ശേഷം ഞാനിവിടെ നമ്മൾ നേരത്തെ വെച്ചെടുത്തിട്ടുള്ള ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം മൊത്തത്തിലൊന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ നമ്മുടെ ക്യാൻവാസും ഫാബ്രിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? വളരെ കുറച്ച് മാത്രമേ നമ്മളിവിടെ സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടി വിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക. ഏതൊരു ഷേപ്പാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ശേഷം നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഒരു പീസിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം കൂടി നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ ബ്രിഡ്ജ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അതുകൂടി കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തെല്ലാം തന്നെ ഒരു 1/4 ഇഞ്ച് തികച്ച് വേണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ഫാബ്രിക് വിട്ട് കൊടുത്തിട്ട് അതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1/4 ഇഞ്ച് പോലും സ്റ്റിച്ചിങ് അലവൻസിൻ്റെ ഫാബ്രിക് വിട്ട് കൊടുക്കുന്നില്ല. ഒരല്പം ഫാബ്രിക് മാത്രമേ വെച്ചെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ശേഷം നമുക്കിതിന് ചുറ്റിലും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കോർണർ ഭാഗത്തൊക്കെ കറക്റ്റ് കട്ടിങ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്യാൻവാസിനെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ഒന്ന് വെച്ചെടുക്കണം. അപ്പോൾ ഓരോ കോർണർ ഭാഗവും ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സംഭവം വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ നമ്മുടെ നഖം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ?
ഓരോ കോർണർ ഭാഗവും കറക്റ്റ് ആ ഒരു ഷാർപ്പ് പോയിന്റ് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് നഖം വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ക്യാൻവാസിൻ്റെ തിളക്കമുള്ള വശം നമ്മുടെ ഈ ഒരു പീസ് ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്തേക്ക് വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിത് നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ക്യാൻവാസിനെയും ഫാബ്രിക്കിനെയും നന്നായി ഒന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തു, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ നമ്മുടെ ക്യാൻവാസും ഫാബ്രിക്കും തമ്മിലൊന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്, കണ്ടില്ലേ? നമ്മുടെ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ താഴ്വശം ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ഷേപ്പിലുള്ള നെക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ബോഡി പീസാണ് എടുക്കേണ്ടത്. അപ്പോൾ ബോഡി പീസിൻ്റെ ചീത്ത വശം പുറമേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വിരിച്ചെടുക്കണം. ഇനി നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഫാബ്രിക്കിനെ നമ്മുടെ ബോഡി പീസിൻ്റെ മുകൾ വശത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള ഭാഗം ഇതുപോലെ മുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ വേണം വെച്ചെടുക്കാൻ. ശേഷം 2 പീസ് ഫാബ്രിക്കിൻ്റെയും മുകൾ വശവും സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. ഈ ഒരു രീതിക്ക് നമുക്കിവിടെ ചുറ്റിലും പിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ക്യാൻവാസിൻ്റെ മുകൾ വശത്തിലൂടെ നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻവാസിൻ്റെ മുകൾ വശത്തിലൂടെ അല്ല സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്, ക്യാൻവാസിൻ്റെ തൊട്ടരികുവശത്തിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ തൊട്ടരികുവശത്തിലൂടെ നമ്മുടെ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെയും ഓരോ കോർണർ ഭാഗത്തെത്തുന്ന സമയത്തും നമ്മൾ നമ്മുടെ നീഡിൽ മാത്രം കുത്തി താഴ്ത്തി ഫാബ്രിക് മാത്രം റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എങ്കിലേ നമുക്ക് ആ കോർണർ ഭാഗമൊക്കെ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തു എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു നെക്കിൻ്റെ അകം വശത്ത് വരുന്ന എക്സ്ട്രാ പീസ് ഫാബ്രിക് ഒരു 1/4 ഇഞ്ചോളം സ്റ്റിച്ചിങ് അലവൻസ് വിട്ടുകൊടുത്ത് ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കൂടാതെ നമുക്ക് ചുറ്റിലും ആ എക്സ്ട്രാ പീസ് ഫാബ്രിക്കിൻ്റെ ചുറ്റിലും ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. ഓരോ കോർണർ ഭാഗങ്ങളിലായിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ ഇതുപോലെ ഓരോ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം മറ്റു ഭാഗങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം പിന്നെല്ലാം മൂരി മാറ്റി നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുള്ള പീസ് ഫാബ്രിക്കിനെ നമ്മുടെ ബോഡി പീസിൻ്റെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ഒന്ന് വെച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള കോർണർ ഭാഗങ്ങൾ പുറം തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇരുവശങ്ങളിലും ആയിട്ടുള്ള ഫാബ്രിക്കിനെ എക്സ്ട്രാ പീസ് ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ശേഷം വേണം നമ്മൾ നമ്മുടെ ഈ ഒരു പീസ് ഫാബ്രിക്കിൻ്റെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ഒന്ന് വെച്ചെടുക്കാൻ. ഈ ഒരു രീതിക്ക് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം ഒന്നെങ്കിൽ നഖം വെച്ച് നന്നായി പ്രസ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഫാബ്രിക്കിനെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബോഡി പീസിൻ്റെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ തൊട്ടരികുവശത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കൂടാതെ ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ താഴ്വശത്തിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സ്റ്റിച്ചിങ് ലെവൻസ് ഒന്നും വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മൾ നെക്കിൻ്റെ തൊട്ടരികുവശത്തിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തും നമ്മൾ കോർണർ ഭാഗത്ത് എത്തുന്ന സമയത്ത് നീഡിൽ മാത്രം കുത്തി താഴ്ത്തി ഫാബ്രിക് മാത്രം റൊട്ടേറ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഡൗട്ടൊന്നും വരാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ നെക്കിന് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്കിൻ്റെ മുകൾ വശം നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ താഴ്വശത്തിലൂടെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെയും നമ്മൾ തൊട്ടരികുവശത്തിലൂടെ തന്നെയാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ പിറക് വശത്തുള്ള നെക്ക് ഭാഗം കുറച്ചൊരു ഇറക്കത്തിലൊക്കെ ചെയ്തെടുക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പ്ലെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഫൈനൽ ലുക്ക്. കണ്ടില്ല, നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലുള്ള നെക്കും ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കുടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.